ലോകത്ത് ഇത്രമാത്രം ഫോൺ ലഭ്യമായിട്ടും ദിവ്യപ്രഭയുടെ ന്യൂഡ് രംഗത്തിൽ ചർച്ച. മലയാളിയുടെ പ്രശ്നം എന്താണ്? ആ സിനിമ മലയാളത്തിലാണ് എടുത്തിരുന്നതെങ്കിൽ സംവിധായകനും അതിലെ നായികയും ഇന്ന് പോയി കെട്ടിത്തൂങ്ങി ചാവേണ്ടി വന്നേനെ എന്നും അനു ചന്ദ്ര കുറിച്ചു. ഓൾ വി ഇമാജിനസ് ലൈറ്റ് എന്ന ചിത്രത്തിലെ സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള ന്യൂഡിറ്റി രംഗത്ത് ചുറ്റിപ്പറ്റി ചർച്ചകൾ ഉയരുന്നു. ദിവ്യപ്രഭ അഭിനയിച്ച രംഗം ടെലഗ്രാം വഴി ലീക്കായി പോവുകയും സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ ആവശ്യപ്പെട്ടുള്ള കമന്റുകൾ വ്യാപകമാവുകയും ചെയ്തതോടെയാണ് മലയാളികളുടെ സദാചാര ധാരണകളെ ചൊല്ലിയും ചർച്ചകൾ സജീവമാവുന്നത്. ആളുകൾ കടുത്ത ലൈംഗിക ദാരിദ്ര്യം നേരിടുന്നുണ്ടെന്ന് പറയുകയാണ് ഫ്രീലാൻസ് എഴുത്തുകാരിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ അനു ചന്ദ്ര. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അനു ചന്ദ്രയുടെ പ്രതികരണം. ന്യൂസ് ഫീഡ് മൊത്തം ദിവ്യപ്രഭയാണ്. അക്ക കിടുക്കാച്ചി സാധനം ഇറക്കിയിട്ടുണ്ട്. സകല സോഷ്യൽ മീഡിയയിലും കൊലത്തൂക്ക്. കിട്ടിയോ മോനെ, കണ്ടോ മോനെ, കിട്ടിയില്ല, കിട്ടിയാൽ കാണാമായിരുന്നു എന്നൊക്കെയാണ് ദിവ്യപ്രഭയുടെ പടത്തിന് മുകളിൽ കാണുന്ന ചെറു കുറിപ്പുകൾ. കാര്യം മനസ്സിലാകാതെ കമന്റ്സ് വായിക്കാൻ ഇറങ്ങിയ എനിക്ക് എന്നിട്ടും കാര്യം തീരെ മനസ്സിലായില്ല. അവസാനം സുഹൃത്ത് ആരതിയോട് കാര്യം തിരക്കിയപ്പോൾ അവൾ പറഞ്ഞു, ഓൾ വി ഇമാജിനസ് ലൈറ്റ് എന്ന സിനിമയിലൂടെ അവരുടെ ഒരു ന്യൂഡിറ്റി ഉണ്ടായിരുന്നു. അതെന്തോ ടെലഗ്രാം വഴി ലീക്ക് ഔട്ടായി പോയതാണ് സംഭവമെന്ന് സിനിമയിൽ ന്യൂഡിറ്റി വരാനുണ്ടായ സാഹചര്യവും ആരതി വിശദീകരിച്ചു. കേട്ടപ്പോൾ എനിക്ക് അത്ഭുതമായി. നിസാരമായൊരു സംഭവത്തിന്റെ പേരിലാണ് ബീവറേജിൽ മാത്രം കണ്ടുവരുന്ന ഒടുക്കത്തെ ഒത്തൊരുമയോടെ ആണുങ്ങളെല്ലാം കമന്റ് ബോക്സിൽ ഇങ്ങനെ പെറ്റുകിടക്കുന്നത്. ഞാൻ ഈ അടുത്താണ് ബോഡി ഹൊറർ ചിത്രമായ ദി സബ്സ്റ്റൻസ് കണ്ടത്. ന്യൂഡിറ്റി ഒക്കെ സ്ക്രിപ്റ്റ് വല്ലാതെ അങ്ങ് ഡിമാൻഡ് ചെയ്യുന്ന ചിത്രമാണ്. ആവശ്യം പോലെ ന്യൂഡിറ്റി ഉപയോഗിച്ചിട്ടുമുണ്ട്. സിനിമ കണ്ട ഒരാൾ പോലും തള്ളിപ്പറയാൻ സാധ്യതയില്ലാത്ത ലെവൽ ഓഫ് മേക്കിംഗ് ആണ് ചിത്രത്തിന് വേണ്ടി തയ്യാറാക്കിയത്. എന്തോരം അംഗീകാരങ്ങൾ വാങ്ങിക്കൂട്ടിയ സിനിമയാണ്. ഒന്ന് ഓർത്തു നോക്കിയേ. അതിന്റെ സംവിധായകൻ കേരളത്തിലാണ് ജനിച്ചിരുന്നതെങ്കിൽ, ആ സിനിമ മലയാളത്തിലാണ് എടുത്തിരുന്നതെങ്കിൽ, അതിന്റെ സംവിധായകനും അതിലെ നായികയും ഇന്ന് പോയി കെട്ടി തൂങ്ങി ചാവേണ്ടി വരില്ലായിരുന്നോ? അത്രയും കിടിലം ആർട്ടിനെയൊക്കെ അംഗീകരിക്കാൻ പ്രാപ്തിയില്ലാത്ത മലയാളികൾക്കിടയിൽ ആ സിനിമ മൊത്തത്തിലായി അങ്ങ് കൈവിട്ടു പോയില്ലായിരുന്നോ? ഇതാ സിനിമയുടെ മാത്രമല്ല, മികച്ച പല ഹോളിവുഡ് സിനിമകളുടെ കൂടി കാര്യമായി പരിഗണിക്കാവുന്നതാണ്. സോ ലോകത്തിൽ അത്രയധികം പോൺ വീഡിയോസും അത്രയേറെ ന്യൂഡിറ്റിയും വന്നുപോയിട്ടും ദിവ്യപ്രഭയുടെ വെറും സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോക്ക് വേണ്ടി ഇൻബോക്സിൽ കടിപിടിക്കുന്ന മലയാളികളുടെ ആക്ച്വൽ പ്രോബ്ലം എന്താണെന്ന് നിങ്ങൾ കരുതുന്നത്? സദാചാരം നശിച്ചു പോകുമെന്ന ഭയമാണെന്നാണോ? സദാചാരത്തെ സംരക്ഷിക്കാനുള്ള ത്വരയാണെന്നോ? ഒരു തേങ്ങയുമല്ല. അതായിരുന്നെങ്കിൽ സദാചാര സംരക്ഷണം മാന്യമായായിരുന്നു നടക്കുക. അല്ലാതെ ലിങ്ക് ഉണ്ടാവുമ്പോ ഈ പെണ്ണിന്റെ സീൻ എന്റെ അമ്മോ രക്ഷയില്ല, നാണമുണ്ടോ, മാനമുണ്ടോ, ലിങ്ക് ഉണ്ടോ, എവിടെ കിട്ടും വീഡിയോ പോലുള്ള കമന്റുകൾ ഇറക്കില്ലായിരുന്നു. അതായത് സകലമാന പോൺ സൈറ്റ് കണ്ടിട്ടും തീരാത്തത്രയ്ക്കുള്ള സ്ത്രീ ശരീരത്തോടുള്ള അടങ്ങാത്ത ആവേശവും കൗതുകവുമാണ് ഇവരുടെയൊക്കെ ആക്ച്വൽ പ്രോബ്ലം. അതിലുപരി ഒടുക്കത്തെ കഴപ്പും. സിമ്പിളായി പറഞ്ഞാൽ പക്കാ ലൈംഗിക ദാരിദ്ര്യം തന്നെ. അതിനിടയിൽ അവർ സിനിമ മറക്കും, സിനിമ എന്ന ആർട്ട് മറക്കും. പകരം വെറും സെക്കൻഡ് ദൈർഘ്യമുള്ള രംഗങ്ങൾക്ക് വേണ്ടി കടുപിടി കൂടും. തെറ്റു പറയാൻ പറ്റത്തില്ല. മാനസികമായി വികസിക്കാൻ പറ്റാത്ത കൂട്ടർക്ക് അത്രയൊക്കെ പറ്റുകയുള്ളൂ. ബട്ട് ഞാൻ പ്രഭയ്ക്കൊപ്പമാണ്. അവരുടെ തൊഴിലിനോട് അവർക്കുള്ള ഉത്തരവാദിത്വത്തിന് ഒപ്പമാണ്. ഓൾ വി ഇമാജിനസ് ലൈറ്റ് എന്ന ചിത്രത്തിന്റെ ഭാഗമായി കാൻ ചലച്ചിത്ര വേദിയിൽ കയറിയ ദിവ്യയുടെ ഓർമ്മകൾക്കൊപ്പമാണ്. അല്ലാതെ സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയ്ക്ക് വേണ്ടി കടിപിടി കൂടുന്ന ആണുങ്ങൾക്കൊപ്പമല്ല. കാരണം അവർ നല്ലൊരു നായികയാണ്.